السلام عليكم ورحمة الله وبركاته. مختصر 7. بسم الله والحمد لله والصلاة والسلام على رسول الله وآله وأصحابه. അപ്പോൾ അൽഹംദുലില്ലാഹി, ലില്ലാഹി സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ഹുവ, ലില്ലാഹി എന്നതിലെ അല്ലാഹു എന്ന ലഫ്ള് ഇസ്മുൻ ലിദ്ദാത്തിൽ വാജിബിൽ ഉജൂദിൽ മുസ്തഹിഖ് ലിജമീഇൽ മഹാമിദി, എല്ലാ ഹംദുകളുടെയും അവകാശിയായ വാജിബുൽ ഉജൂദായ അറിയപ്പെട്ട ദാത്തിനുക്കുള്ള ഇസ്മാണ് എന്നാണ് ശാരിഹ് റഹിമഹുല്ലാ അല്ലാഹു എന്ന ലഫ്ളിന്റെ നിർവചനം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇസ്മ് എന്ന് പ്രയോഗിച്ചു. ഇസ്മ് ദസൂഖി പറയുന്നു, ഹുവ ഐ ലഫ്ളു അല്ലാഹി മിൻ ലില്ലാഹി, ലില്ലാഹി എന്നതിലെ അല്ലാഹു എന്ന ലഫ്ള് ഇസ്മിനെ വല്ലിസ്മു യുത്ലഖു അലാ മാ ഖബലൽ ഫഇല വൽ ഹർഫ, ഫീലിന്റെയും ഹർഫിന്റെയും മുഖാബിലയിലുള്ള ഒന്നിന് ഇസ്മു എന്ന് പറയും. കലാമുനാ ലഫ്ളും മുഫീദുൻ ഖസ്തഖിം വസ്മുൻ വഫീലുൻ സുമ്മ ഹർഫു ലിൽ കലിം, കലിമത്തുകൾ ആകെ 3 ഇസ്മു, ഫീല്, ഹർഫ്. അപ്പോൾ ഹർഫിന്റെയും ഫീലിന്റെയും മുഖാബിലയിലുള്ള ഒന്നിന്, അതിന്റെ കസീമായ ഒന്നിന് ഇസ്മു എന്ന് പറയും. അതായത് കലിമത്ത് 3 കിസ്മുകൾ: ഇസ്മു, ഫീല്, ഹർഫ്. വഅലാമാ ഖാബലൽ കുഞ്ഞത്ത വൽ ലഖബ, കുഞ്ഞത്ത്, ലഖബ് എന്നതിന്റെ മുഖാബിലയിൽ ഉള്ള ഒന്നിനും ഇസ്മു എന്ന് പറയും. അപ്പോൾ ഇസ്മു അലമാവും. വസുമന്നത്താവോ കുഞ്ഞത്തം വ ലഖബ വഅഖിറൻ ദാ ഇൻസിഫാഹു സാഹിബ. അതുപോലെ തന്നെ വഅലാമാ ഖാബല സിഫത്ത, സിഫത്തിന്റെ മുഖാബിലയുള്ള ഒന്നിനും ഇസ്മു എന്ന് പറയും. ഇവിടെ ദസൂഖി തങ്ങൾ പറയുന്നു, യസിഹു ഇറാദത്തു മാ അദൽ അവല, ഇത് ലാ തവഹുമ ഫീഹി, ഹർഫിന്റെയും ഫീലിന്റെയും മുഖാബിലയിലുള്ളത് അല്ലാത്ത മറ്റ് 2 കിസ്മുകൾ, കുഞ്ഞത്തിന്റെയും ലഖബിന്റെയും മുഖാബിലയിലുള്ള ഒന്ന് ഇസ്മു അലമ് എന്ന് ഇവിടെ ഉദ്ദേശിക്കാം. സിഫത്തിന്റെ മുഖാബിലയിലുള്ള ഇസ്മു അതും ഉദ്ദേശിക്കാം. സിഫത്തിന്റെ മുഖാബിലയിലുള്ള ഇസ്മു അലമ് തന്നെ. അപ്പോൾ ദസൂഖി തങ്ങളുടെ പോക്ക് അല്ലാഹു എന്നത് വാജിബുൽ വുജൂദിന്റെ അലമാണ് എന്നാണ്, ശഖ്സിയായ അലമാണ് എന്നാണ് ദസൂഖി തങ്ങളുടെ പോക്ക്. കാരണം ഇറാദത്തു സാലിസി അൻസബു, മൂന്നാമത്തിനെ ഉദ്ദേശിക്കലാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത് ഉദ്ദേശിച്ചാലും അലമാണെന്ന് വരും ഉറപ്പ്, അത് ശരി തന്നെ. എങ്കിലും സിഫത്തിനെ ഉദ്ദേശിക്കുന്നതിൽ ലിഅന്ന ജഅലഹു മുഖാബിലൻ ലിസിഫത്തി ഫീഹി റദ്ദുൻ അലാ മൻ ഖാല കൽ ബൈളാവി ഇന്നഹു സിഫത്തുൻ ഫിൽ അസ്ലി, അസ്ലിൽ സിഫത്താണ് എന്ന, അല്ലാഹു എന്നത് അസ്ലിൽ അത് സിഫത്താണ് എന്ന ബൈളാവി ഇമാമിന്റെയും ബൈളാവി തങ്ങൾ പോലത്തവരുടെയും മേൽ റദ്ദുണ്ട്. അവരൊക്കെ പറഞ്ഞത് അത് അസ്ലിൽ സിഫത്താണെന്നാണ്. എന്നാൽ ദസൂഖി പറയുന്നത് അസ്ലിൽ അത് സിഫത്തല്ല, അല്ലാഹുവിന്റെ വാജിബുൽ വുജൂദായ ദാത്തിനുക്കുള്ള അലമാണ് എന്നാണ് ദസൂഖി പറയുന്നത്. അഭിപ്രായങ്ങൾ ഉണ്ട് എന്നർത്ഥം. ബൈളാവി ഇമാം പറയുന്നത് വല്ലാഹു അസ്ലുഹു ഇലാഹ് ഫഹുദിഫത്തിൽ ഹംസത്തു വഉവ്വില അന്നൽ അലിഫു വല്ലാമു, അല്ലാഹു എന്നതിന്റെ അസ്ല് ഇലാഹ് ആണെന്നും എന്നിട്ട് വഉവ്വില അൻഹൽ അലിഫു വല്ലാമു,
അലിഫ് ലാമിനെ പകരമാക്കി എന്നിട്ട് ഹംസനെ കളഞ്ഞു എന്നാണ്. വലിദാലിക ഖീല യാ അല്ലാഹു ബിൽ ഖത്ഇ, ഖത്ഇന്റെ ഹംസ കൊണ്ടാണ് പറയുക. കാരണം അലിഫ് ലാം പിന്നെ ഇലാഹി എന്ന അസ്ലിയായ ഹംസക്ക് പകരം വന്നതുകൊണ്ട് ഈ അലിഫ് ലാമിലെ അലി ഹംസ് ഖത്ഇന്റെ ഹംസയാണ്. ഇല്ലാ അന്നഹു മുഖ്തസ്സും ബിൽ മഅ്ബൂദി ബിൽ ഹഖ്, എങ്കിലും അത് അൽ മഅ്ബൂദ് ബിഹഖ് കൊണ്ട് ഖാസാണ് അല്ലാഹു എന്ന ലഫ്ദ് എന്ന് പറഞ്ഞിട്ട് ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറയുന്നു, വഖീല അലമുൻ ലിദാത്തിഹിൽ മഖ്സൂസത്തി, അല്ലാഹു എന്നുള്ളത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ദാത്തിലേക്കുള്ള അലമാണെന്ന് ഒരു കീലയുണ്ട്. കീലക്കാരുടെ ന്യായം അന്നഹു യൂസഫു, അല്ലാഹു എന്ന ലഫ്ദിലേക്ക് വസ്ഫ് പറയപ്പെടും. വലാ യൂസഫു ബിഹി, അല്ലാഹു എന്നതുകൊണ്ട് വസ്ഫ് പറയപ്പെടുകയില്ല. മാത്രമല്ല വലി അന്നഹു ലാ ബുദ്ദ ലഹു മിൻ ഇസ്മിൻ തുജ്റാ അലൈഹി സിഫാത്തുഹു, അല്ലാഹുവിന്റെ സിഫത്തുകളെ നടത്തപ്പെടുന്ന ഒരു ഇസ്മു കൂടാതെ കഴിയുകയില്ലല്ലോ. വലാ യസ്ലഹു ലഹു മിമ്മാ യുത്ലഖു അലൈഹി സിവാഹു, അല്ലാഹുവിന്റെ മേൽ പറയപ്പെടുന്ന ഇസ്മുകളിൽ നിന്ന് ആ മൗസൂഫാകാൻ പറ്റിയത് അല്ലാഹു എന്ന ലഫ്ദ് മാത്രമാണ്. ഇത് കീലക്കാരുടെ ന്യായങ്ങൾ ഇമാം ബൈദാവി തങ്ങൾ പറയുകയാണ്. വലി അന്നഹു ലൗ കാന വസ്ഫൻ, ഇത് അസ്ലിൽ വസ്ഫാവുകയാണെങ്കിൽ ലം യകുൻ ഖൗലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹു തൗഹീദൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്താവുകയില്ല, തൗഹീദാവുകയില്ല. മിസ്ലു ലാ ഇലാഹ ഇല്ലർ റഹ്മാനു, അത് തൗഹീദാകാത്തതുപോലെ എന്നെല്ലാം ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് വൽ അദ്ഹറു അന്നഹു വസ്ഫുൻ ഫി അസ്ലിഹി, അസ്ലിൽ അത് വസ്ഫാണ്. ലാകിന്നഹു ലമ്മാ ഗുല്ലിബ അലൈഹി ബിഹൈസു ലാ യുസ്തഅമലു ഫി ഗൈരിഹി, അല്ലാഹു എന്റെ ദാത്ത് വാജിബുൽ വുജൂദായ അല്ലാഹുവിന്റെ ആ മഖ്സൂസായ ദാത്തിന്റെ മേൽ ഇതിനെ ഗാലിബാക്കപ്പെട്ടപ്പോൾ അല്ലാഹു അല്ലാത്തവരിൽ അതിനെ ഇസ്തിമാല് ചെയ്യപ്പെടാത്ത നിലക്ക് ഗാലിബായപ്പോൾ വസാറക്കൽ അലമി, അത് അലമു പോലെ ആവുകയും ചെയ്തപ്പോൾ ഉജ്രിയ മുദ്റാഹു ഫി ഇജ്റാഇൽ വസ്ഫി അലൈഹി, വസ്ഫിനെ മറ്റുള്ള വസ്ഫുകളെ അല്ലാഹു എന്ന ലഫ്ദിന്റെ മേൽ നടത്തുന്ന വിഷയത്തിൽ അലമിന്റെ സ്ഥാനത്ത് അതിനെ നടത്തപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ ബൈദാവി ഇമാമ് റളിയല്ലാഹു അൻഹു അദ്ഹറായ ഖൗല് അത് വസ്ഫാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് അലമാണെന്നാണ് ഫത്ഹുൽ മുഈനിലും പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അലമുൽ ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദ്, അല്ലാഹു എന്നുള്ളത് വാജിബുൽ വുജൂദായ ദാത്തിനുള്ള അലമാണ് എന്നാണ് ഫത്ഹുൽ മുഈനിലും പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ അതുപോലെ നഫായിസിലും പറഞ്ഞിട്ടുള്ളത് ഇമാം ബൈദാവി റളിയല്ലാഹു എന്ന് പറഞ്ഞതുപോലെയാണ്. നഫായിസിൽ പറഞ്ഞു, വക്കീല അലമുൽ ലിദാത്തിഹിൽ മഖ്സൂസത്തിൽ മുസ്തജ്മിഅത്തിൽ ജമീഇൽ മഹാമിദി, എല്ലാ ഹംദുകളെയും ഒരുമിച്ച് കൂട്ടിയതായ മഖ്സൂസായ ദാത്തിലുള്ള അലമാണ് അല്ലാഹു എന്ന ലഫ്ദ്, അസ്ലിൽ വസ്ഫല്ല. ഇത് യൂസഫു വലാ യൂസഫു ബിഹി, ഈ അല്ലാഹു എന്ന ലഫ്ദിലേക്ക് വസ്ഫ് പറയപ്പെടും, അല്ലാഹു എന്ന ലഫ്ദ് കൊണ്ടെന്നില്ല വസ്ഫ് പറയപ്പെടുകയില്ല. എന്നിട്ട് ഈ നഫായിസിൽ പറയുന്നു, വലിഅന്ന സിഫാത്തുഹു തആല ലാ ബുദ്ദ ലഹാ മിൻ മൗസൂഫിൻ, അല്ലാഹു തആലാന്റെ സിഫാത്തുകൾക്ക് ഒരു മൗസൂഫ് കൂടാതെ കഴിയില്ല. തുജ്റാ അലൈഹി, എങ്ങനത്തെ മൗസൂഫ്, ആ സിഫത്തുകളെ ഈ മൗസൂഫിന്റെ മേൽ നടത്തപ്പെടും. ഫലോ ജുഇലത്ത് കുല്ലുഹാ സിഫാത്തിൻ, എല്ലാം സിഫാത്താവുകയാണെങ്കിൽ ബഖിയത്ത് ഗൈറ ജാരിയത്തിൻ അലസ്മിൻ മൗസൂഫിൻ ബിഹാ, ആ സിഫത്തുകളൊക്കെ ഒരു മൗസൂഫില്ലാതെ നിലനിൽക്കും എന്നാണ്. വഹാദ കമാ തറ, നീ കണ്ടതുപോലെ ഇത് ലഈഫായ അഭിപ്രായമാണ്. വൽ ഹഖ്ഖു അന്നഹു വസ്ഫുൻ ഫിൽ അസ്ലി എന്നാണ് നഫായിസിൽ പറഞ്ഞിട്ടുള്ളത്. അസ്ലിൽ അത് വസ്ഫാണ്.
അസിലിൽ വസുഫാണ് എന്ന് ഇമാം ബൈളാവി തങ്ങളും മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു എന്ന ലഫ്ള് പിന്നെ അള്ളാഹുവിന്റെ ആ മഖ്സൂസായ ദാത്തിന്റെ ശഖ്സിയായ അലമാണോ അല്ല വസുഫാണോ? അസിലിൽ വസുഫാണെന്ന് ഒരു വിഭാഗം പറയുന്നു, അസിലിൽ അത് അലമാണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. ഏതായാലും ആവട്ടെ, അത് ഉസ്താദുമാർ ചർച്ച ചെയ്താൽ മറ്റീത് ഏതാണ് അസഹ് എന്നുള്ളത് ഉസ്താദുമാർക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഉവ ഇസ്മുൻ, ഇതാണ് ദസൂഖി തങ്ങൾ പറയുന്നത്. എന്നിട്ട് പറയുന്നു യന്ന ജഅലഹു മുഖാബിലൽ ലിസിഫത്തി, സിഫത്തിന്റെ മുഖാബിലയിലുള്ള ഇസ്മാക്കലാണ് ഇസ്മാക്കല്. ഫീഹി റദ്ദുൻ അലാ മൻ ഖാല കൽ ബൈളാവി ഇന്നഹു സിഫത്തുൻ ഫിൽ അസ്ലി ലാ അലമുൻ, അലമല്ല അസ്ലി സിഫത്താണ്. കാരണം ഈ അന്നൽ അലമ മാ ഉളിഅ ലി മുഅയ്യനിൻ, അലമു എന്നുള്ളത് ഒരു മുഅയ്യനിന് വദഇ ചെയ്യപ്പെട്ടതാണ്. വദാതുഹു തആല, അല്ലാഹു തആലാന്റെ ദാത്ത് ലാ ത്വരീഖ ലിൽ ഇൽമി ബിഹഖീഖത്തിഹാ, അല്ലാഹുവിന്റെ ദാത്തിന്റെ ഹഖീഖത്തിനെ അറിയലിന് ഒരു വഴിയുമില്ല. ഫകൈഫ യൂളഉ ലഹൽ അലമു, അപ്പോൾ എങ്ങനെയാണ് ഒരു അലമിനെ വെക്കപ്പെടുക എന്ന് ഇമാം ബൈളാവി തങ്ങൾ പറയുന്നു. അതിനെ ഖണ്ഡിക്കാനാണ് ദസൂഖി തങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വൈന്നമാക്കാന സിഫത്തൻ, അതെങ്ങനെ സിഫത്തായി മാ അന്നഹു ജാമിദുൻ ലിഅന്നഹു മുഅവ്വലുൻ ബിമുസ്തഖിൻ ഐ മഅബൂദിൻ ബിഹഖിൻ സുമ്മ സാറ അലമൻ ബിൽ ഗലബത്തി തഖ്ദീരിയത്തി, തഖ്ദീരിയായ വലബത്തോണ്ട് അലമായി. പിന്നെ അപ്പോൾ ബൈളാവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റേ സുല്ലമുൽ ഉലൂമിൽ പറഞ്ഞല്ലോ, സുബ്ഹാനഹു മാ അഅലമ ശഅനഹു ലാ യുഹദ്ദു വലാ യുതസവ്വറു, അല്ലാഹുവിന് ഹദ്ദ് പറയപ്പെടുകയുമില്ല, അല്ലാഹുവിനെ തസവ്വുറാക്കപ്പെടുകയുമില്ല എന്ന് സുല്ലമുൽ ഉലൂമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലാക്ക് ഒരു അലമ്, അത് അലമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ദസൂഖി തങ്ങൾ അത് അലമാണെന്നും പറയുന്നു. അങ്ങനെ രണ്ട് വിഭാഗം ആ വിഷയത്തിലുണ്ട് എന്നർത്ഥം. പിന്നെ ഇസ്മ എന്നത് അതൊക്കെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ഫത്തുൽ മുഈനിന്റെ തുടക്കത്തിൽ തന്നെ വൽ ഇസ്മു മുസ്തഖ്ഖും മിന സുമൂവി വഹുവൽ ഉലൂവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാ മിനൽ വസ്മി, വസ്മിൽ നിന്നല്ല. അതിന് അഭിപ്രായങ്ങൾ, അതിന്റെ ഇസ്മു എന്നുള്ളത് എന്തിൽ നിന്ന് അഖദ് ചെയ്തതാണ്, അതിലും ഖിലാഫുകൾ ഉണ്ട്. അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. ഏതായാലും ഇവിടെ ലില്ലാഹി എന്നതിന് ആ ലഫ്ളിന് ശാരിഹ് റഹിമഹുല്ലാ തഅരീഫ് പറഞ്ഞത് ഇസ്മുൽ ലിദ്ദാത്തി. അപ്പോൾ ശാരിഹ് റഹിമഹുല്ലാ തങ്ങളുടെയും അഭിപ്രായം അത് അലമാണ് എന്നുള്ളതാണ്. ഇസ്മുൽ ലിദ്ദാത്തി അറിയപ്പെട്ട ദാത്തിന്റെ ഒരു ഇസ്മാണ്. അപ്പോൾ ഈ തഅരീഫ് വമാ ദക്കറഹു ശാരിഹു ലാ അസിഹു അൻ യകൂന തഅരീഫൻ ഹഖീഖിയൻ ലിലഫ്ളിൽ ജലാലത്തി. ശാരിഹ് റഹിമഹുല്ലാ പറഞ്ഞ ഈ തഅരീഫ് ഹുവ ഇസ്മുൻ ലിദ്ദാത്തിൽ വാജിബിൽ വജൂദിൽ മുസ്തഹിഖ് ലിജമീഇൽ മഹാമിദി എന്ന തഅരീഫ് അത് ഹഖീഖിയായ തഅരീഫ് അല്ല. കാരണം ഹഖീഖിയായ തഅരീഫ് ജാമിഉം മാനിഉമാവണം. ലിഅന്നഹു യജിബു അൻ യകൂന മാനിഅൻ, ഹഖീഖിയായ തഅരീഫ് മാനി ആവണം. മിൻ ദുഖൂലിൽ ഗൈരി ഫീഹി, ഗൈർ അതിൽ കടന്നുകൂടാൻ പാടില്ല. വഹാദ ലൈസ കദാലിക, ഈ തഅരീഫ് അങ്ങനെയല്ല. അല്ലാഹു എന്ന ലഫ്ള് അല്ലാത്തതും ഈ തഅരീഫിൽ കടന്നുകൂടുന്നുണ്ട്. ലിഅന്നഹു യദ്ഖുലു ഫീഹി ഗൈറു ലഫ്ളിൽ ജലാലത്തി മിനൽ അൽഫാദിൽ മുറാദഫത്തി ലഹു, അല്ലാഹു എന്ന ലഫ്ളിന് മുറാദിഫായ അൽഫാദുകളിൽ നിന്ന് ജലാലത്തിന്റെ ലഫ്ള് അല്ലാത്തതും ഇതിൽ കടക്കുന്നുണ്ട്. മിനൽ ലുഗാത്തിൽ ഫാരിസിയ്യ വഗൈരിഹ. പിന്നെ ഇത് ബൽ ഹുവ തഅരീഫുൻ റസ്മിയ്യുൻ
ഇത് റസ്മിയായ തഅരീഫാണ്, ഹദ്ദിയായ തഅരീഫ് അല്ല. റസ്മിയായ തഅരീഫ് എന്ന് പറഞ്ഞാൽ അൽ മഖ്സൂദു മിന്നു ബയാനുൽ മഅനൽ മൗദൂഇ ലഹു, അല്ലാഹു എന്ന ലഫ്ളിന്റെ വെക്കപ്പെട്ട മഅനാനെ ബയാൻ ചെയ്യല. അപ്പൊ ആ മഅനയിൽ ഈ അല്ലാഹു എന്ന ലഫ്ളിന്റെ ജലാലത്തിന്റെ ലഫ്ളിനോട് മുറാദിഫായ ലഫ്ളുകളും കിടക്കും. ഫലാ യഖ്തസ്സു ദാലിക്കൽ മഅനാ ബിലഫ്ളിൻ വലാ ലുഗത്തി, ആ മഅന കൊണ്ട് ഒരു പ്രത്യേകമായ ലഫ്ളോ ഒരു ലുഗത്തോ എന്താവൂല, പ്രത്യേകമാവൂല. ബൽ കുല്ലു മാ റാദഫഹു സഹ അൻ യുഅബ്ബറ ബിഹി അൻ ദാലിക്കൽ മഅന, ആ മഅനാനെ തൊട്ട് അതിന് മുറാദിഫായ ലഫ്ള് കൊണ്ടും എന്തുണ്ട് ഇബാറത്തിടാൻ പറ്റുന്നതാണ്. അതിനോട് മുറാദിഫായ എല്ലാ ലഫ്ളുകളും സഹ അൻ യുഅബ്ബറ ബിഹി, ആ ലഫ്ള് കൊണ്ട് ഇബാറത്തുകൾ സഹിയാകും. അൻ ദാലിക്കൽ മഅന, ഈ മഅനാനെ തൊട്ട്. അപ്പോൾ ഹഖീഖിയായ തഅരീഫ് അല്ല ഇമാം തഫ്താസാനി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, ഇത് റസ്മിയായ തഅരീഫാണ്. ഏതായാലും ലില്ലാഹി സർവസ്തുയും അല്ലാഹുവിനാണ്. ഹുവ ഇസ്മുൻ ലിൽദാത്തി, അറിയപ്പെട്ട ദാത്തിനുക്കുള്ള. ഇവിടെ ലിദാത്തിൽ വാജിബിൽ വുജൂദി, വാജിബുൽ വുജൂദിന്റെ ദാത്തിലേക്ക് എന്ന് പറയാതെ അറിയപ്പെട്ട ദാത്ത് അലിഫ്ലാമിനെ കൊണ്ടുവന്നത് ഇശാറത്തുൻ ഇലാ അന്നഹു ഇസ്മുൻ ലിദ്ദാത്തിൽ മുഅയ്യനത്തി ബിശ്ശഖ്സി, ഒരു ശഖ്സ് കൊണ്ട് മുഅയ്യനായ ദാത്ത. ഫയകൂന അലമൻ ശഖ്സിയൻ, അപ്പോൾ അല്ലാഹു എന്നുള്ളത് ശഖ്സിയായ അലമാണ്. ഇസ്മു യുഅയ്യിനുൽ മുസമ്മാ മുത്ലഖ എന്ന് പറഞ്ഞല്ല, അലമുഹു കജഅഫരിൻ വഖിർനികാ. ഇതാണ് റസൂഖി തങ്ങൾ പറഞ്ഞത്. ദാത്ത് എന്ന് പറഞ്ഞാൽ വദാത്തു ശൈഇ തുഖാലു അലാ ഹഖീഖത്തിഹിൽ കുല്ലിയത്തി, ഒരു ശൈഇന്റെ ദാത്ത് അതിന്റെ കുല്ലിയായ ഹഖീഖത്തിലേക്ക് ദാത്ത് എന്ന് പറയും. ഇൻസാന്റെ ഹഖീഖത്ത് ഹൈവാനാത്തിക്ക്, അപ്പോൾ ഇൻസാന്റെ ദാത്ത് ഹൈവാനാത്തിക്കാണ് എന്ന് പറയാം. അതുപോലെ തന്നെ വലാ ഹുവിയ്യത്തിഹിൽ ഖാരിജിയത്തി, ആ ഖാരിജിയായ ശഖ്സിനും എന്ന് പറയാം, ദാത്ത് എന്ന് പറയാം. ഉദാഹരണം സെയ്ദ് എന്നുള്ളത് ദാത്താണ്, സെയ്ദിന്റെ ദാത്താണ്. അപ്പോൾ ഒരു ഷെയ്ഇന്റെ കുല്ലിയായ ഹക്കീക്കത്തിനും ദാത്ത് എന്ന് പറയും, ഖാരിജിയായ ആ ശഖ്സിനും എന്ന് പറയും, ദാത്ത് എന്ന് പറയാം. അൽ വാജിബുൽ ഉജൂദ്, വാജിബുൽ ഉജൂദായ അറിയപ്പെട്ട ദാത്തിനുക്കുള്ള ഇസ്മാണ് അൽ മുസ്തഹിഖ് ലി ജമീഇൽ മഹാമിദി, എല്ലാ ഹംദുകളുടെയും അവകാശിയായ. ഇവരെ രണ്ട് സിഫത്താണ് ഈ ദാത്തിനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വാജിബുൽ ഉജൂദ്, ഒന്ന് അൽ മുസ്തഹിഖ് ലി ജമീഇൽ മഹാമിദ്. വാജിബുൽ ഉജൂദും അൽ മുസ്തഹിഖ് ലി ജമീഇൽ മഹാമിദും നോക്കുമ്പോൾ വാജിബുൽ ഉജൂദ് അസിലാണ്, അൽ മുസ്തഹിഖ് ലി ജമീഇൽ മഹാമിദ് എന്ന സിഫത്ത് ഫർഉമാണ്. ഒന്ന് അസിലാണ്, ഒന്ന് ഫർആണ്. കാരണം വാജിബുൽ ഉജൂദ് ആയാലേ എന്താവുള്ളൂ, ഇസ്തിഹിഖാഖ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഉഅ്തുരിദ ദിക്റു ഹാദൈനിൽ വസ്ഫൈനി, ദസൂഖി പറയുന്നു, ഈ രണ്ട് വസ്ഫിനെ പറയൽ ഇത്തിറാൽ ഉണ്ടായി. എന്താ ഇത്തിറാൽ? ബി അന്നഹു, ഈ രണ്ട് വസ്ഫിനെ മാത്രം പറയൽ. ഇൻകാന, ആ പറയലിൽ കൗനിഹിമാ മിൻ ജുംലത്തിൽ മൗദൂഇ ലഹു, ഇത് അല്ലാഹു എന്ന ലഫ്ളിന്റെ മഅനയുടെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ, അക്കപ്പെട്ട മഅനയുടെ ജുംലയിൽപ്പെട്ടതാണെങ്കിൽ, ലസിമ അലൈഹി അന്ന ലഫ്ളൽ ജലാലത്തി കുല്ലിയുൻ, ജലാലത്തിന്റെ ലഫ്ള് കുല്ലിയാവൽ ലാസിമായി പോകും. ഇൻഹസറ ഫീ ജുസ്ഇയ്യിൻ വഹുവ ബാത്തിലുൻ ലിഅന്നഹു യൽസമു അലൈഹി അദമു ഇഫാദത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു ലിത്തൗഹീദി വൽ ഉഖലാഉ മുജ്മിഊന അലാ ഇഫാദത്തിഹാ ലിദാലിക. അതുകൊണ്ട് ഇത് അല്ലാഹു എന്ന ലഫ്ളിന്റെ മൗദൂഉ ലഹുവായ മഅനയുടെ ജുംലയിൽ പെട്ടത് അല്ല, അതിന്റെ കൂട്ടത്തിൽ പെട്ടത് അല്ല. പിന്നെന്തിന് പറഞ്ഞു? വഇൻകാന ദിക്റുഹുമാ ലിതംഈസിൽ മൗദൂഇ ലഹു അൻ ഗൈരിഹി, അല്ലാഹു എന്ന ലഫ്ള് ഇസ്മുൽ ലിദ്ദാത്തി, ഇതാണ് അതിന്റെ മൗദൂഉ ലഹുവായ മഅന. ആ മൗദൂഉ ലഹു ആയ മഅനാനെ ഒന്ന് തമീസ് വേർതിരിക്കാൻ പറഞ്ഞതാണെങ്കിൽ ഇത് രണ്ടും മാത്രം പറയണ്ടല്ലോ.
ഫലാ വജ്ഹ ലിതഖ്സീസിഹിമാ ബിദ്ദിക്രി മിൻ ബൈനിൽ ഔസാഫിൽ മുമയ്യിസത്തി മുമയ്യിസത്താവുന്ന ഔസാഫുകൾ വേറെയും കുറെയുണ്ടല്ലോ, പിന്നെ ഇത് രണ്ടിനെയും പറയാൻ ഒരു വജുഹുമില്ലല്ലോ. അതിന് മറുപടി ഉജീബ ബിഖ്തിയാരി സാരി, ഇത് മൗനൂഉ ലഹുവായ മഅനാനെ തംയീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇത് രണ്ടിനെയും പ്രത്യേകമാക്കാനുള്ള കാരണം ലിസ്തിഹാരിഹി ബിഹിമാ, ഈ രണ്ട് സിഫത്ത് കൊണ്ട് അല്ലാഹു മശ്ഹൂറാണ്, അല്ലാഹു ഈ രണ്ട് സിഫത്ത് കൊണ്ട് മഖ്സൂസുമാണ്. ലഫ്ളൻ വ മഅനൻ ഫലാ യസ്തഅമലു വാഹിദുൻ മിൻഹുമാ ഫീ ഗൈരിഹി, വാജിബുൽ വജൂദ് എന്ന സിഫത്തും മുസ്തഹിഖുൽ ലിജമീഇൽ മഹാമിദ് എന്ന സിഫത്തും അല്ലാഹു അല്ലാത്തവർക്ക് ഉപയോഗിക്കപ്പെടുകയില്ല. മറ്റ് സിഫത്തുകളൊക്കെ പലർക്കും ഉപയോഗിക്കും. ഏത് പിന്നെ ഈ റഊഫ്, റഹീം, മാലിക്, ഇതൊക്കെ ഇത് രണ്ടും അല്ലാഹു തആലാക്ക് മാത്രം ഖാസായതാണ് എന്നാണ് ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ അല്ലാഹു എന്നുള്ളത് ഇസ്മുൻ ലിദ്ദാത്തി, അറിയപ്പെട്ട ഒരു ദാത്തിന്റെ ഇസ്മാണ്. ശാരിഹ് റഹിമഹുല്ലാഹ് ഇതൊരു ശഖ്സിയായ അലമാക്കിയിട്ടാണ് തങ്ങളുടെ അഭിപ്രായമെന്ന് മനസ്സിലാകുന്നു. വൽ ഉദൂലു ഇലൽ ജുംലത്തിൽ ഇസ്മിയ്യത്തി, അൽഹംദുലില്ലാഹി എന്ന ഇസ്മിയ ജുംലയിലേക്ക് തെറ്റിയത് ലിദ്ദലാലത്തി അല ദവാമി വസ്സബാത്തി, ദവാമ് സബാത്തിന്റെ മേൽ അറിയിക്കാൻ വേണ്ടിയാണ്. ദവാമു സവാബത്തിന്റെ മേൽ അൽഹംദുലില്ലാ എന്ന ഇസ്മിയ ജുംലന്റെ മദ്മൂനിന്റെ ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കാൻ. വസ്സബാത്തു ഹുവൽ ഹുസൂലുൽ മുസ്തമിറു, നിലനിൽക്കുന്ന ഹുസൂൽ എന്നും അല്ലാഹുവിന് ഹംദുണ്ട്, അതിന് ഇംഗിത്തായില്ല എന്നർത്ഥം. സുബൂത്ത്, ദവാമു സുബൂത്ത് എന്ന് പറഞ്ഞുകൂടാ. സുബൂത്ത് എന്ന് പറഞ്ഞാൽ ഫഇന്നഹു അഅമ്മു മിനദ് ദവാമി ലഅന്നഹു മുത്ലഖുൽ ഹുസൂലാണ് സുബൂത്ത്. ഫയൂജദു മഅ തജദ്ദുദി വമഅ ദവാമി, സുബൂത്ത് ദവാമോടുകൂടെയും ഉണ്ടാവാം, തജദ്ദുദോടുകൂടെയും ഉണ്ടാവാം. സബാത്ത് ദവാമും സവാബത്തും ഒന്ന് തന്നെയാണ്. പിന്നെ ഈ സുമ്മ ഇന്നമാ ദക്കറഹു ശാരിഹു മിൻ ദലാലത്തിൽ ജുംലത്തിൽ ഇസ്മിയ്യത്തി അലാ ദവാമി മദ്മൂനിഹാ വസബാത്തിഹി ബിഖിലാഫിൽ ഫീലിയ്യത്തി. ഈ ഇസ്മിയ ജുംല ആ ജുംലയുടെ മദ്മൂനിന്റെ ദവാമിന്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞത് ആ മദ്മൂനിന്റെ സബാത്തിന്റെ മേൽ അറിയിക്കും. ബിഖിലാഫിൽ ഫീലിയ്യത്തി, ഫീലിയായ ജുംലയെ കൂടാതെ. ഫീലിയ ജുംല ഫഇന്നഹു, ഫീലിയ ജുംല തദുല്ലു അലാ തജദ്ദുദി മദ്മൂനിഹാ വഹുദൂസിഹി, ജുംലയുടെ മദ്മൂനിന്റെ തജദ്ദുദിന്റെ മേലിലും ഹുദൂസിന്റെ മേലിലും, അതായത് ഐ ഹുസൂലുഹു ബഅദ അല്ലം യകുൻ, മുമ്പില്ലാത്തതുണ്ടായി. ഇതങ്ങനെയല്ല. അല്ലാഹു തആലാക്ക് ഹംദ് പണ്ടേ ഉണ്ട്, അത് എന്നും നിലനിൽക്കും. ഇല്ലാത്തൊരു ഹംദ് അല്ലാഹ്ക്ക് ഉണ്ടായി എന്നല്ല. പിന്നെ വമാ തക്കറഹു സാഹിബുൽ കശാഫ് വ സാഹിബുൽ മിഫ്താഹും പറഞ്ഞതാണത്. സാഹിബുൽ കശാഫും സാഹിബുൽ മിഫ്താഹുമാണ് എന്ത് ഇസ്മിയായ ജുംല ദവാമു സബാത്തിന്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞത്. വകലാമു ശൈഖി അബ്ദുൽ ഖാഹിരി ഫി ദലായിലിൽ ഇജാസി യക്തലി, തേടുന്നുണ്ട് അന്നൽ ജുംലത്തുൽ ഇസ്മിയ്യത്ത ഇന്നമാ തദുല്ലു അലാ മുജറദി സുബൂത്തി, വെറും സുബൂത്തിന്റെ മേലെ അറിയിക്കുകയുള്ളൂ. വലാ ദലാലത്ത ലഹ അല ദവാമി, അതിലേക്ക് ദവാബത്തിന്റെ മേൽ ദവാമിന്റെ മേൽ അതിന് ദലാലത്തില്ല. ഐസു കാല, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞു, ലാ ദലാലത്തിൽ ഖൗലിനാ സൈദുൻ മുന്തലിക്കുൻ, സൈദുൻ മുന്തലിക്കുൻ എന്ന നമ്മുടെ ഖൗലിന് ഒരു അറിയിപ്പും ഇല്ല, ഒരു ദലാലത്തില്ല. അല അക്സറ മിൻ സുബൂത്തിൽ ഇന്തിലാഖിൽ സൈദിൻ, സൈദിലേക്ക് ഇന്തിലാഖ് സുബൂത്തായിട്ടുണ്ട് എന്നതിനേക്കാൾ ഒരു എന്തില്ല, ഒരു ദലാലത്തുമില്ല. സയ്യിദ് പോയിട്ടുണ്ട് എന്നറിയിക്കും. അത് നിരന്തരമായി മുറിയാതെ മുൻകത്തി ആകാതെ പോയിക്കൊണ്ടിരിക്കുന്നവനാണ് എന്ന് അറിയിക്കലില്ല. പക്ഷെ ഷാരിഹ് റഹ്മഹുല്ലാ ജംഉ ചെയ്തിട്ടുണ്ട് ബൈനൽ കലാമൈനി, ആരുടെ സാഹിബുൽ കശാഫിന്റെയും സാഹിബുൽ മിഫ്താഹിന്റെയും. ഇവർ രണ്ടാളും ഒരു അഭിപ്രായക്കാരാണല്ലോ. ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെയും എന്ത്
കലാമു ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ബിൻ നദരിലി അസിലിൻ വലഇ അസില് വലഇലേക്ക് നദർ ചെയ്തിട്ടാണ്. സാഹിബുൽ കശാഫിന്റെ കലാമും സാഹിബുൽ മിഫ്താഹിന്റെ കലാമും ബിൻ നദരി ലിൽ ഖറാഇനി കരീനത്തുകളിലേക്ക് നോക്കിയിട്ടാണ്. ആയത്തിൽ മക്കാമി വൽ ഉദൂലി അനിൽ ഫീലിയത്തി ഫീലിയ ജുംലയെ തൊട്ട് തെറ്റി ഇതെല്ലാമാണ് കാരണം കരീനത്തുകൾ. അപ്പൊ കരീനത്ത് നോക്കിയിട്ടാണ് ആര് ദവാമു സവാത്തിന്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞത്. അസില് വലയിലേക്ക് നോക്കുമ്പോൾ അത് ദവാമു സവാത്തിന് മേൽ അറിയിക്കുകയില്ല, ഇസ്മിയ ജുംല എന്ന് മനസ്സിലാവുന്നു. പിന്നെ അപ്പോൾ ലിദ്ദലാലത്തി അപ്പൊ ഫീലിയ ജുംല വതഖ്ദീമുൽ ഹംദി അൽഹംദുലില്ലാഹ് ഹംദിനെ മുന്തിച്ചത് ബിഇത്തിബാരി അന്നഹു അഹമ്മു ഹംദാണ് ഇവിടെ അഹമ്മ് എന്ന പരിഗണന നോക്കിയിട്ടാണ്. നളറൻ ബിഇത്തിബാരി അന്നഹു അഹമ്മു ഹംദ് അഹമ്മാണ് എന്ന ഇത്തിബാറ് കൊണ്ടാണ്. എങ്ങനെ ഹംദ് അഹമ്മായി? അല്ലാഹു എന്ന ലഫ്ദിനേക്കാൾ അഹമ്മ് ഹംദായതെങ്ങനെ? നളറൻ ഇലാ കൗലിൽ മഖാമി മഖാമൽ ഹംദി മക്കാമ് ഹംദിന്റെ മക്കാമാണ് എന്നതിലേക്ക് നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ ജലാലത്തിന്റെ ലഫ്ദിനെ പറയലല്ല, ഇവിടത്തെ മക്കാമ് ഹംദ് അല്ലാഹുവിനാണെന്ന് പറയലാണ്. ഹംദ് ലോകത്തുള്ള സർവ ഹംദും എല്ലാ ഹംദും അത് അല്ലാഹുവിനാണെന്ന് പറയലാണ്. കമാ ദഹബ ഇലൈഹി സാഹിബുൽ കശാഫ് ഫീ തക്രീമിൽ ഫീലി ഫീ ഖൗലിഹി തആല ഇഖ്റ ബിസ്മി റബ്ബിക. ഖുർആനിൽ ഇഖ്റ ബിസ്മി റബ്ബിക എന്നതിൽ ഇഖ്റ എന്നതിനെ എന്തായി മുന്തിച്ചു. അത് അവിടുത്തെ അഹമ്മ് ഖിറാഅത്തായതുകൊണ്ട് ഇഖ്റഇനെ മുന്തിച്ചു എന്നതുപോലെ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഹംദിനെ മുന്തിക്കൽ വതഖ്ദീമുൽ ഹംദി അലാ ലഫ്ലിൽ ജലാലത്തി വഖൗലുഹു ബിഇത്തിബാരി ഐ സബബി ഇത്തിബാരി വമുലാഹലത്തി അന്നഹു അയ്യൽ ഹംദ ഹുന അഹമ്മു മിൻ ഇസ്മില്ലാഹി. അല്ലാഹു എന്ന ഇസ്മിനേക്കാൾ അഹമ്മ് ഏതാണ്? ഹംദ് സ്തുതിക്കലാണ്. ഫഹുദിഫൽ മുഫല്ലലു അലൈഹി ലിൽ ഇൽമി ബിഹി. ഇവിടെ അഹമ്മു ഏറ്റവും അഹമ്മാണ്. അപ്പൊ രണ്ടും അഹമ്മ് തന്നെ. ഇസ്മു തഫ്ദീൽ മുഫല്ലൽ അലൈഹിനെ ഇവിടെ കളഞ്ഞു. സംഗതി അവിടെ وفعل التفضيل سله هابدا تقديرا أو لفظا بمن إن جددا. അലിഫ്ലാമും ഇളാഫത്തും ഇസ്മു തഫ്ദീലിൽ ഇല്ലെങ്കിൽ അവിടെ തക്ദീറിലോ ലഫ്ലിലോ മിന്ന് വേണം. അതായത് മുഫല്ലൽ അലൈക്ക് ജർ ചെയ്തും കൊണ്ട് മിന്ന് വരണം. ഇവിടെ തക്ദീറിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അത് അഹമ്മാണ് എന്നതിനേക്കാൾ ജലാലത്തിന്റെ ലഫ്ദിനേക്കാൾ. ഇസ്മു തഫ്ദീൽ ഇവിടെ അലിഫ്ലാമും ഇല്ല, ഇളാഫത്തും ചെയ്തിട്ടില്ലല്ലോ. അലിഫ്ലാമും ഇളാഫത്തും ഇല്ലെങ്കിൽ തക്ദീറൻ ഔ ലഫ്ളൻ ബിമിൻ ഇൻ ജുദ്ദിദാ. തക്ദീറിലോ ലഫ്ളിലോ മിന്ന് മുഫല്ലൽ അലൈക്ക് ജർ ചെയ്തും കൊണ്ട് മിന്ന് വരണം. ഇവിടെ തക്ദീറിൽ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. വഉത്രിദാല ശാരിഹി ഹംദിനെ മുന്തിച്ചതിനെന്തിനാ കാരണം പറയുന്നു ഇഷ്കാല്. കാരണം ബിഅന്നൽ തക്ദീമുൽ മുബ്തദഇ ഫതക്ദീമുൽ ഹംദി അലാ ലഫ്ളിൽ ജലാലത്തി ആത്തിൻ അലൽ അസ്ലി. അൽഹംദു മുബ്തദയാണല്ലോ. മുബ്തദയും ഖബറും നോക്കുമ്പോൾ അസ്ല് എന്താണ്? മുബ്തദ മുന്തലാണ്, ഖബർ പിന്തലുമാണ്. വല്ല സുലൂഫിൽ അഖ്ബാരി അൻതു അഖറ വജവസു തക്ദീമ ഇദിലാ ലററ. പിന്നെ ഖബർ മുബ്തദ പിന്നൽ നിർബന്ധമാകുന്ന അവസരങ്ങളുണ്ട്. ഖബറിനെ മുന്തിക്കൽ നിർബന്ധമാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ മുബ്തദയും ഖബറും നോക്കുമ്പോൾ അസ്ല് മുബ്തദ മുന്തലാണ്. പിന്നെ ഇവിടെ എന്തിനാ ഈ ഹംദിനെ മുന്തിച്ചതിന് കാരണം പറയേണ്ടത്? അതാണ് ദസൂക്കി ഷാരിഹിന്റെ മേൽ ഇഷ്കാൽ വന്നിട്ടുള്ളത്. വഉത്രിദാല ഷാരിഹി
بأن الأصل تقديم المبتدأ فتقديم الحمد على لفظ الجلالة عات على الأصل. അത് അസ്ല് പ്രകാരം തന്നെ വന്നതല്ലേ, പിന്നെ അതിന് കാരണം പറയേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഒമാക്കാന കദാലിക്കല യഹ്താജുലി നുക്തത്തി തഖ്ദീമി, ഇവിടെ തഖ്ദീമിനിക്ക് ഒരു ഫായിദയെ പറയൽ ആവശ്യമില്ലല്ലോ. ഓ ജീവ, അതിന് മറുപടി പറയുന്നു ഷാരിഹിന്റെ ഭാഗത്തിൽ നിന്ന്. ബി അന്നഹു ലമ്മാക്കാന അസ്ലു അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി എന്നതിന്റെ അസ്ല് ആയപ്പോൾ ഹമിത്തുല്ലാഹ ഹംദൻ, അല്ലാഹുവിനെ ഞാൻ ഒരു സ്തുതിക്കുന്നു എന്നായപ്പോൾ ഫഹുദിഫൽ ഫീലു, ഹമിത്തു എന്ന ഫീലിനെ കളഞ്ഞു ഇക്തിഫാഅൻ ബിദലാലത്തി മസ്ദരിഹി അലൈഹി, മസ്ദർ അറിയിച്ചതിന് വേണ്ടി ഫീലിനെ കളഞ്ഞു. ഫസാറ അല്ലാഹ ഹംദൻ, ഹമിത്തുല്ലാഹ ഹംദൻ എന്നുള്ളത് ഹമിത്തു എന്ന ഫീലിനെ കളഞ്ഞപ്പോൾ അല്ലാഹ ഹംദൻ എന്നായി. സുമ്മ ഉദ്ഖിലത്ത് ലാമുൽ ജദ്ദി അലൽ മഫ്ഊലി ഫസാറ ലില്ലാഹി ഹംദൻ, മഫ്ഊലിൽ ജറിന്റെ ലാമിനെ കടത്തിയിട്ട് ലില്ലാഹി ഹംദൻ എന്നായി. സുമ്മ ഉദ്ഖിലത്ത് അലൽ ഹംദി, അൽഹംദു എന്നതിന് ഹംദിന്റെ മേലിൽ അലിഫിലാമിനെ കടത്തിയിട്ട്, അൽഹംദു അല്ല ഹംദൻ എന്നതിന്റെ മേൽ അലിഫിലാമിനെ കടത്തിയിട്ട് അൽ ഹംദ എന്നായി. അപ്പൊ എന്താ ഇപ്പോ ലില്ലാഹി അൽ ഹംദ ലി ഇഫാദത്തിൽ ഇസ്തിഖ്റാഖി ഔ ലി തഅരീഫിൽ ജിൻസി, രണ്ടാൽ ഒന്നിനു വേണ്ടിയിട്ടാണ് അലിഫിലാമിനെ കടത്തിയത്. അവിൽ അഹ്ദി സുമ്മ റുഫിയ, അപ്പൊ എന്തായി ലില്ലാഹിൽ ഹംദു ലിമാ ദക്കറഹു ഷാരിഹു, ഷാരിഹ് പറഞ്ഞതിന് വേണ്ടി എന്ത് ഇസ്മിയ ജുംലയാക്കി മാറ്റി. അപ്പൊ ഫീലിയായ ജുംലയാണ് അസല്, അതിനെ എന്താക്കി ഇപ്പോ ഇസ്മിയായ ജുംലയാക്കി മാറ്റി. ഷാരിഹ് പറഞ്ഞ മിനൽ ദലാലത്തി അല ദവാമി വസബാത്തി സാറ അസ്ലുൽ ഹംദി അത്തഖീറു അൻ ലഫ്ദിൽ ജലാലത്തി. അപ്പോൾ ഹംദ് എന്ന ലഫ്ദിന്റെ അസിലെന്താണ്? ജലാലത്തിന്റെ ലഫ്ദിനെ തൊട്ട് അതിനെ പിന്തിക്കലാണ്. അസില് നോക്കുമ്പോൾ ഫീലിയ ജുംലനെ തെറ്റിച്ചതാണല്ലോ, തെറ്റിച്ച് എടുത്തു നോക്കുമ്പോൾ ഹംദ് പിന്നിലും ലില്ലാഹി മുന്നിലുമാണ്. ഫലാ ബുദ്ദ മിൻ നുക്തത്തിൽ ലിതഖ്ദീമിഹി, അപ്പോൾ എന്ത് വേണം? അൽഹംദു എന്നതിനെ മുന്തിച്ചതിന് ഒരു ഇല്ലത്ത് കാരണം പറയണം. ആ കാരണമാണ് അത് അഹമ്മായത്. ഇനി നോക്കുക, ഇനി നമ്മൾ ഇത് സമ്മതിച്ചു കൊടുക്കുക, മുബ്തദാന്റെ അസ്ല് തഖ്ദീം തന്നെയാണ് എന്ന് വെച്ചാൽ തന്നെ, ലാക്കിൻ കത് ആറള ഹാദൽ അസ്ല ആരിലുൻ, ഒരു ആരിന് ഇവിടെ എതിരായി വന്നിട്ടുണ്ട്. അതേതാ? വഹുവ അഹമ്മിയത്തു ഇസ്മില്ലാ, ഇസ്മു അല്ലാഹു, അല്ലെങ്കിൽ വഹുവ അഹമ്മിയത്ത് ഇസ്മുല്ലാഹി, വഹുവ അഹമ്മിയത്ത് ഇസ്മുല്ലാഹി, അല്ലാഹ് എന്ന ഇസ്മു അഹമ്മിയത്താവലാണ്. അപ്പൊ അതെന്താണ്? ഫഖദ് തആറളത്ത് അസാലത്തു തഖ്ദീമി വ അഹമ്മിയത്തുല്ലാഹി, അൽഹംദ് എന്ന മുബ്തദാന്റെ തഖ്ദീം എന്ന അസ്ലും അല്ലാഹു അഹമ്മിയത്താവ എന്നതും ഇവിടെ തആറുലായി വന്നപ്പോൾ അൽഹംദു എന്നതിനെ മുന്തിക്കലിന് ഒരു കാരണം പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് തഖ്ദീമുൽ ഹംദി ബിഇത്തിബാരി അന്നഹു അഹമ്മു നളറൻ ഇലാ കൗനിൽ മഖാമി മഖാമൽ ഹംദ്, മക്കാമ് ഹംദിന്റെ മക്കാമാവലിലേക്ക് നോക്കിയിട്ട് ഇത് അഹമ്മാണ്. ആ അഹമ്മനെ ഇത്തിബാർ ചെയ്തിട്ടാണ്, അഹമ്മിയത്തിനെ ഇത്തിബാർ ചെയ്തിട്ടാണ് ഹംദിനെ മുന്തിച്ചത്. അൽഹംദുലില്ലാഹ് കമാ ദഹബ ഇലൈഹി സാഹിബുൽ കശാഫി ഫീ തഖ്ദീമിൽ ഫീലി, ഫീലിനെ മുന്തിച്ചതിൽ സാഹിബുൽ കശാഫ് ആ അഭിപ്രായത്തിലേക്കാണ് പോയത്. ഫീ ഖൗലിഹി തആല ഇഖ്റ ബിസ്മി റബ്ബിക അലാ മാ സയജീഉ വഇൻ കാന ദിക്റുല്ലാഹി അഹമ്മ നളറൻ ഇലാ ദാത്തിഹി, ദാത്തിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു എന്ന ലഫ്ദിനെയാണ് മുന്തിക്കേണ്ടത്. കാരണം ഇസ്മുൽ അഅലമാണ്. അല്ലാഹു തആലാന്റെ ദാത്ത് കൊണ്ട് ബർക്കത്തെടുക്കുന്നത് പോലെ അല്ലാഹുവിന്റെ അസ്മാഉകളെ കൊണ്ടും ബർക്കത്തെടുക്കലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇസ്മ് അല്ലാഹു എന്ന ഇസ്മാണ്.
ഏതായാലും അൽഹംദുലില്ലാഹി സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു അലാമാ അൻഅമാ ഐ അലാ ഇൻആമിഹി അവൻ നിഅമത്ത് ചെയ്തതിന്റെ മേൽ വലം യതഅറദ് ലിൽ മുൻഅമു ബിഹി മുൻഅമു ബിഹിയിലേക്ക് മുസന്നിഫ് ശാരിഹ് മുസന്നിഫ് തങ്ങൾ എന്തായിട്ടില്ല, വെളിവായിട്ടില്ല. എന്തുകൊണ്ട് നിഅമത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അതെന്താണ്? ഈഹാമൻ ലി ഖുസൂരിൽ ഇബാറത്തി അനിൽ ഇഹാത്തത്തി ബിഹി മുൻഅമു ബിഹിയെ ചോയ്ന്ന് അറിഞ്ഞ് ഇബാറത്തിടാൻ അസാധ്യമായതിനു വേണ്ടി അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഇബാറത്തിടാൻ ഈ ലോകത്ത് ഈ ദുനിയാവിൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അലാമാ അൻഅമാ അവൻ നിഅമത്ത് ചെയ്തതിന്റെ മേൽ എന്ന് പറഞ്ഞു നിർത്തി. അല്ലാഹു ചെയ്ത വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ അതിനെ കണക്കാക്കാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടെല്ലാം നിഅമത്ത് ചെയ്തു. പിന്നെ ചില പ്രത്യേകമായ നിഅമത്തുകളൊക്കെ എടുത്തു പറയാം. ശാരിഹിതങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മുസന്നിഫ് തങ്ങൾ പറയാത്തത് അതാണ്, ലി ഖുസൂരിൽ ഇബാറത്തി അനിൽ ഇഹാത്തത്തി ബിഹി. മാത്രമല്ല വലിയ അല്ലാ യതവഹമ ഇഖ്തിസാസുഹു ബിശൈഇൻ ദൂന ശൈഇൻ ആ മുൻഅമു ബിഹി ഒരു ശൈഇനെ കൂടാതെ മറ്റൊരു ശൈ കൊണ്ട് ഖാസാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയും. അതല്ല മഫൂലിനെ കളഞ്ഞാൽ, ഫീലിന്റെ മഫൂലിനെ കളഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെട്ടു. ഉമൂമിയത്തിന് വേണ്ടി മഫൂലിനെ കളയും. നമ്മൾ വിത്തറിന്റെ ദുആയിലൊക്കെ കണ്ടില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ സലാത്തന എന്നാണ് പറഞ്ഞു. സലാത്തന എന്നാണ് പറഞ്ഞപ്പോ പിന്നെ സിയാമന, റുകൂഅന, സുജൂദന, തഖശുഅന, തളറുഅന, തമ്മീം തക്സീറന അങ്ങോട്ടും ഒരുപാട് പറയേണ്ടി വന്നു. അതേ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പണിതിട്ട് ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഈ കഅബാലയം പുനർനിർമ്മാണം ചെയ്തതും അല്ലാത്തതുമായ സർവ്വ അമലുകൾ നീ സ്വീകരിക്കുകയെന്നായി. വിത്തറിന് ശേഷം സലാത്തന എന്ന് പറഞ്ഞപ്പോ പിന്നെ സിയാമന പറയേണ്ടി വന്നു, റുകൂഅന, സുജൂദന, തഖശുഅന എന്നൊക്കെ പറയേണ്ടി വന്നല്ലോ. കുറച്ച് മുഴുവൻ പറഞ്ഞിട്ടില്ലെങ്കിലും കുറെ പറയേണ്ടി വന്നല്ലോ. അതെ. പിന്നെ വഅല്ലമ അവൻ പഠിപ്പിച്ച് തന്നതിന്റെ മേലിലുമാണ് മിൻ അത്ഫിൽ ഖാസി അലൽ ആമി ഇത് ഖാസിനെ ആമിന്റെ മേൽ അത്ഫ് ചെയ്തതാണ്. ഏത് അല്ലമന നിഅമത്തിൽപ്പെട്ടത് തന്നെയാണ് തഅലീം. അത് വലിയൊരു നിഅമത്താണ് തഅലീം എന്നുള്ളത്. അല്ലാഹ് അൽഹംദുലില്ലാഹ് ഖാസിനെ ആമിന്റെ മേൽ അത്ഫ് ചെയ്തു. അത് റിആയത്തുൽ ബറാഅത്തുൽ ഇസ്തിഹ്ലാലി ബറാഅത്തുൽ ഇസ്തിഹ്ലാലിനെ സൂക്ഷിച്ചതിന് വേണ്ടിയും വതംബീഹൻ അലാ ഫളീലത്തി നിഅമത്തിൽ ബയാൻ എന്ന നിഅമത്തിന്റെ ഫളീലത്തിന്റെ മേൽ ഉണർത്താൻ വേണ്ടിയും വഅല്ലമ മാ ലം നഅലം നമ്മൾ അറിയാത്ത ഒന്നിനെ അവൻ പഠിപ്പിച്ചു തന്നതിന്റെ മേലിലും. അതെന്തിനാലാണ്? മിനൽ ബയാനിനാൽ ബയാനുൽ ലിഖൗലിഹി മാ ലം നഅലം. രസണ്ട്. മിനൽ ബയാനി എന്നുള്ളത് ബയാനുൽ ലിഖൗലിഹി മാ ലം നഅലം നമ്മൾ അറിയാത്ത ഒന്നിനെ അവൻ പഠിപ്പിച്ചു തന്നതിന്റെ മേലിലും അല്ലാഹു തആല നമുക്ക് നിഅമത്ത് ചെയ്തതിന്റെ മേലിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ ബയാനുൽ ലിഖൗലിഹി മാ ലം നഅലം ഖുദ്ദിമ മിനൽ ബയാനി എന്ന ബയാനിനെ മുൻപിച്ചു. റിയാഅത്തൽ ലിസ്സജ്ഇ അത് സജ്ഇനെ സൂക്ഷിച്ചതിന് വേണ്ടിയാണ്. വൽ ബയാനു അൽ മന്തിഖുൽ ഫസീഹുൽ മുഅരിബു അമ്മാ ഫിൽ ദമീരി ഹൃദയത്തിലുള്ളതിനെ വ്യക്തമാക്കുന്ന സാഹിത്യമായ സംസാരം എന്നാണ് ബയാൻ എന്ന് പറഞ്ഞാൽ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈരി മൻ ചിലരിൽ നിന്ന് ഖൈറായ മുഹമ്മദ് നബി
നത്തക്ക ബിസ്സവാബി, ആ ചിലര് സവാബ് കൊണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ചിലരിൽ നിന്ന് ഖൈറായവര്. വ അഫ്ളലിമൻ, ചിലരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായവരും. ആ ചിലർക്ക് ഊത്തിയൽ ഹിക്മത്ത, ആ ചിലർക്ക് ഹിക്മത്തിനെ കൊടുക്കപ്പെട്ടു. ഹിക്മത്ത് ഹിയ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇൽമു ശറാഇ, അത് ശരീഅത്തിന്റെ ഇൽമുകളാണ്. വകുല്ലു കലാമിൻ വാഫക്കൽ ഹക്ക, ഹക്കിനോട് യോജിച്ച എല്ലാ കലാമുമാകുന്നു. വതറക്ക, മുസന്നിഫ് ഒഴിവാക്കി ഫായിലൽ ഈത്തായി. ഊത്തിയൽ ഹിക്മത്ത, ഹിക്മത്തിന് നൽകപ്പെട്ടവരിൽ അഫ്ളൽ. അത് لأن هذا الفيل ഈത്താ എന്ന ഫീല് ലാ യസ്ലഹു ഇല്ലാ ലില്ലാഹി തആല, അല്ലാഹു തആലക്കല്ലാതെ അത് പറ്റൂല, വേറെ ആർക്കും അത് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വഫസിലൽ ഖിത്താബ്, സംസാര വൈഭവത്തെയും അല്ലാഹു സംസാര വൈഭവത്തെയും ആ ചിലർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സംഭാഷണ വൈഭവം, അയ്യൽ ഖിത്താബൽ മഫ്സൂലൽ ബയ്യിന, വ്യക്തമാക്കപ്പെട്ട സംഭാഷണം. അൽ ബയ്യിന, നല്ലോണം വ്യക്തമായത്. അല്ലദീ യതബയ്യനഹു മൻ യുഖാതബു ബിഹി, ആ കലാമുകൊണ്ട് ആരോട് ഖിത്താബിടുന്ന ആ മുഖാത്തബിനല്ലാതെ വ്യക്തമായി അറിയും. വലാ യൽതബിസു അലൈഹി, അവരുടെ മേൽ അത് തിരിച്ചറിയാതെയാവുകയില്ല എന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ അവിൽ ഖിത്താബൽ ഫാസില ബൈനൽ ഹഖ്ഖി വൽ ബാത്തിലി, ഹഖ് ബാത്തിലിനാണ് വേർതിരിക്കുന്ന സംസാരം നൽകി. പരിശുദ്ധ ഖുർആനാണത്. വഅല ആലിഹി അസ്ലുഹു അഹ്ലി ബിദലീലി ഉഹൈല്, ഉഹൈല് എന്ന ദലീല് കൊണ്ട് ആലിന്റെ അസ്ല് അഹ്ലാണ്. ഖുസ്സസ്തിമാലുഹു ഫിൽ അശ്റാഫി, അഷ്റാഫ് ശ്രേഷ്ഠത ഉള്ളവരിലും. ഉലിൽ ഖത്തരി, നല്ല സ്ഥാനം ഉടയവരിലുമൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ലഫ്ളാണ് ആല് എന്നുള്ളത്. അഹ്ല് അങ്ങനെയല്ല, അഹ്ല് എല്ലാവർക്കും ഉപയോഗിക്കാം. ആല് അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലഫ്ളല്ല. അത് കാര്യപ്പെട്ട ആളുകൾ, അത് ഭൗതികമായ വിഷയത്തിൽ ശറഫുണ്ടാവട്ടെ, അല്ലെങ്കിൽ ദീനിയായ വിഷയത്തിൽ ശറഫുണ്ടാവട്ടെ. കാരണം ഫിർഔനൊക്കെ ആലി ഫിർഔനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ശറഫുള്ളവർ ആവണം. അത് ദീനിയായ നിലക്ക് ആവണമെന്നില്ല, ഭൗതികമായ നിലക്ക് ശറഫുണ്ടായാലും ആലി എന്ന് പറയാം. അവർക്കൊക്കെ ആലി എന്ന് പറയും. ആലി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം, മറ്റുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ പറയേണ്ട ആവശ്യമില്ല. അൽ അത്ഹാർ, നല്ലവര്. ജമ്മു താഹിരി, സാഹിബ് വാസുഹാബ്, നല്ല പരിശുദ്ധന്മാരായ ആലിന്റെ മേലുണ്ടാവട്ടെ. ബനു ഹാഷിം ബനു മുത്തലിബ് ജമ്മുൽ ജവാമിയില് ആലി എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ബനു മുത്തലിബാണെന്ന് 3 ഹദീസ് കൊണ്ടാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ജമ്മുൽ ജവാമിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വ സഹാബത്തിഹിൽ അഖിയാർ, നല്ലവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ മേലിലും സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ജമ്മു ഖൈരിൻ ബിത്തശ്ദീദി, ഇതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഇനി തുടങ്ങാനുള്ളത് അമ്മാ ബഅദ് മുതലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.